നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു നിമിഷത്തിൽ യഥാർത്ഥമായിട്ട് നിങ്ങളെക്കുറിച്ച് എന്താണ് ഫീൽ ചെയ്യുന്നത്, ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ആ പ്രണയബന്ധത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റഡ് ആയിരുന്ന സമയത്ത്, നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആയിരുന്ന സമയത്ത് നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന പ്രണയബന്ധത്തെക്കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. അത് ഏതൊരു സാഹചര്യത്തിലാണോ ആ ഒരു ബന്ധത്തിൽ ഒരു തകർച്ചയുണ്ടായത് എന്നതിനെക്കുറിച്ചും ആ പേഴ്സൺ ചിന്തിക്കുകയാണ്. പക്ഷെ ടവർ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഒരു റീബർത്തിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായി, അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയതാണ് കാണുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ നിന്നും മാറിപ്പോകണം, അല്ലെങ്കിൽ അതിലൊരു ന്യൂ സ്റ്റാർട്ട്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുപാട് വീക്കാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഒക്കെ വളരെ കുറവാണ്, കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി സെപ്പറേറ്റഡ് ആയി പോയിരിക്കാം. അതിൻ്റെ പേരിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രെങ്ത് ഉണ്ടാവണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു ഇൻഫിനിറ്റ് കണക്ഷൻ ആണ് എന്നുള്ളത് ഈ പേഴ്സൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്ന സമയത്ത്, നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയ സമയത്താണ് ഇതൊരു ഇൻഫിനിറ്റ് ബോണ്ടിങ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളത്, നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ അത്രയധികം ഡെപ്ത് ഉള്ളതാണ് എന്ന് ആ വ്യക്തി മനസ്സിലാക്കിയത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു സമയത്ത് അവർക്ക് അവരുടെ ലൈഫിൽ അവർ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് അവർ ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് തിരികെ വരാൻ ഇനി എന്താണ് ഒരു മാർഗം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് അതിനൊരു സൊല്യൂഷനാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. യെസ്, ഡെഫിനറ്റ്ലി അവരൊരു റീബർത്ത് ആഗ്രഹിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുകയാണ്. അവരുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള എല്ലാ നെഗറ്റിവിറ്റീസും, മേ ബി അതൊരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു സാഹചര്യമായിരിക്കാം, ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് അതൊരു ഫിനാൻഷ്യൽ പ്രോബ്ലമാണ്. പക്ഷെ എന്ത് പ്രോബ്ലം ആണോ നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്നും അകറ്റി കൊണ്ടുപോയത്, ആ ഒരു സാഹചര്യം ഇനിയും അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ആകണമെന്ന് ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ഏതൊരു പേഴ്സൺ ആണോ, അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷൻ ആണോ നിങ്ങൾക്കിടയിലുള്ള പ്രതിബന്ധമായിട്ടുള്ളത്, അത് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ആ ഒരു കാര്യം ലൈഫിൽ എൻഡ് ആവണം എന്ന വ്യക്തി ഉറച്ചൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഈ റിലേഷൻഷിപ്പ് വീണ്ടും ഒരു പുതിയ തുടക്കമായിട്ട് തന്നെ വരണം എന്ന വ്യക്തി ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ലവേഴ്സ് കാർഡ് വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു കാർഡാണ്. അതായത് നിങ്ങൾ തമ്മിലുള്ള പ്രണയബന്ധത്തിൻ്റെ ആ ഒരു ഡെപ്ത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത്. ഓക്കെ, അത്രയധികം ഒരു ഡീപ്പ് കണക്ഷൻ നിങ്ങളുടെ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഏസ് ഓഫ് പെന്റക്കിൾസ്. ഓക്കെ, ഡെഫിനറ്റ്ലി അവർ റിലേഷൻഷിപ്പിൽ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരാനായിട്ട് ഇപ്പോൾ വളരെയധികം ആഗ്രഹിക്കുകയാണ്. ഓക്കെ, തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ നിങ്ങൾ നേരിട്ട് കാണണം, നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയണം എന്നൊക്കെ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളുമായിട്ടുള്ളൊരു ഹാപ്പി ഫാമിലി ഒക്കെ മനസ്സിൽ ഡ്രീം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒരുമിച്ചുള്ള ഓരോ ദിവസങ്ങളും, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന ഓരോ മൊമെൻറ്റ്സും അവരിപ്പോൾ ഓർത്തെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തിരുന്ന ദിവസങ്ങളായിരിക്കാം, ഒരുമിച്ച് നിങ്ങൾ സന്തോഷമായിട്ടിരുന്ന ദിവസങ്ങളായിരിക്കാം. ആ ഓരോ മൊമെൻറ്റ്സും ഇപ്പോൾ അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു സാഹചര്യം റീക്രിയേറ്റ് ചെയ്യപ്പെടണമെന്ന് ഇപ്പോൾ അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി അവരിപ്പോൾ ഒരു ഡീപ്പ് ഡിപ്രഷനിലേക്കാണ് പോകുന്നത്. അവരുടെ ഭാഗത്തുള്ള ആ ഒരു തെറ്റുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ ഉണ്ടായതെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യാണ്. ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊരു ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ല. മേ ബി അവരുടെ ഭാഗത്ത് ഇത്രയധികം മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇനിയും അവർക്ക് ഒരു ചാൻസ് കൂടി നിങ്ങൾ നൽകുമോ ഇല്ലയോ എന്നുള്ള ഒരുപാട് ചിന്ത അവരുടെ മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് പലപ്പോഴും അവർ ആക്ഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആയിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. എനർജി അവരിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത്.
ഓക്കെ. ഒരുപാട് ഡിപ്രഷനിലാണ്. മേ ബി നിങ്ങൾക്ക് ഈ ഒരു സെയിം സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്രയധികം ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഉണ്ടായി. അതുകൊണ്ട് തന്നെ നിങ്ങളും ഒരുപാട് സങ്കടത്തിലായിരിക്കണം. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ വന്നപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ആയിപ്പോയി. പക്ഷെ നിങ്ങളും ഒരു ഹെൽപ്ലെസ് സിറ്റുവേഷനിലാണ്. നിങ്ങൾക്ക് ഈ വ്യക്തിയെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാനും കഴിയുന്നില്ല. ഈ വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യാനും കഴിയുന്നില്ല. ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ രണ്ടുപേരും ഫേസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുള്ള തെറ്റുണ്ടെന്നുള്ളത് അവരിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് റിയാലിറ്റി. അവരിപ്പോൾ ആ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറണം അവരിപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളാണ്. നിങ്ങൾക്ക് കാർഡ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ലൈഫ് ആഗ്രഹിക്കുകയാണ്. ഒരുമിച്ച് ഇനി ലൈഫിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മതി. അവർക്ക് മറ്റൊരു ചോയ്സ് അവരുടെ ലൈഫിൽ ഇല്ല എന്നുള്ളൊരു തീരുമാനമാണ് ഈ വ്യക്തി എടുത്തിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. നിങ്ങളുമായിട്ട് ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് ഇനിയുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. ലൈഫിലുള്ള എല്ലാ ടോക്സിക് സിറ്റുവേഷനും കംപ്ലീറ്റ് എൻഡായിട്ട് നിങ്ങളെ അവർക്ക് ലഭിക്കണം എന്ന് ആ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ് നമുക്ക് കാർഡ്സിലൂടെ ലഭിച്ചിട്ടുള്ളത്. ആൻഡ് യെസ്, അത്രയധികം വേദനയാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ അവരുടെ ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതുവരെയും അവർ ഇത്രയധികം വേദനിച്ചിട്ടില്ല. ഇത്രയധികം ഡിപ്രഷനിലേക്ക് അവർ പോയിട്ടില്ല. അവർ കാരണമാണ് നിങ്ങൾ സങ്കടപ്പെട്ടത്. അവരാണ് നിങ്ങൾക്ക് ഇത്രയധികം പെയിൻസ് തന്നത് എന്ന് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ അവരിപ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. അവർ കാരണം നിങ്ങൾ ഇത്രയധികം ഒരു സാഹചര്യത്തിലേക്ക് പോയി, അല്ലെങ്കിൽ ഇത്രയധികം നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നു എന്നുള്ളതിൻ്റെ പേരിൽ അവരിപ്പോൾ ഒരുപാട് സങ്കടപ്പെടുകയാണ്. ഓക്കെ. ന്യൂ ബിഗിനിങ് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഈ ലൈഫിൽ അവർ ഏറ്റവും കൂടുതൽ, ഈ ഒരു നിമിഷത്തിൽ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ തന്നെയാണ്. നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു വീണ്ടും ആ ഒരു പ്രണയബന്ധം നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് തുടങ്ങണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ഓക്കെ. അപ്പോൾ അത്രയധികമായിട്ടുള്ള ഒരു വേദന ഇപ്പോൾ അവർക്കുണ്ട്. നിങ്ങളില്ലാത്തതിൻ്റെ പേരിൽ, നിങ്ങൾ അവരോടൊപ്പം ഒരു കാര്യത്തിലും ഇല്ലാത്തതിൻ്റെ പേരിൽ, അവരുടെ ലൈഫിൽ ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിപ്പോയതിൽ അവരിപ്പോൾ ഒരുപാട് സങ്കടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് അവർ ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെയും നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഒരുമിച്ചുള്ള ഒരു പ്രണയ ജീവിതം തന്നെയാണ്. ഓക്കെ. വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് കിട്ടുന്നത്. ഓക്കെ.